and party, and third prize Saida UK and party. Mumtaz P, Fauzia Anan and Saida UK. എല്ലാ വിജയികൾക്കും അഭിവാദ്യങ്ങൾ. ഈ പരിപാടിയിൽ 70-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ, പ്രാർത്ഥനകൾ. അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ഒക്കെയായ കെ സുബൈദ ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വസ്ഹബിഹി അജ്മഈൻ. നമ്മുടെ ഈ സെഷനിൽ നടക്കുന്ന പരിപാടി ബാച്ച് സംഗമവും അതുപോലെ തന്നെ നമ്മുടെ പൂർവ അധ്യാപകർ പങ്കെടുക്കുന്നവരെ സംഗമവുമാണ്. പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഡോക്ടർ ഷെയ്ദ് റംസാൻ, പ്രസിഡന്റ് ഇക്കോസ. ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഡോക്ടർ ഷെയ്ദ് റംസാനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റൊന്ന്, നമ്മളെ പരിപാടിയിൽ ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള പൂർവ അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പൾമാരുമുണ്ട്. അതിൽ OP അബ്ദുസലാം മൗലവി, മുൻ പ്രിൻസിപ്പൽ ഇസ്ലാഹിയ കോളേജിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ദുള്ള സാഹിബ് ഇസ്ലാഹിയ അസോസിയേഷനിലെ സജീവ അംഗവും നേരത്തെ, അതുപോലെ തന്നെ മുൻ അധ്യാപകന് മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ അബ്ദുള്ള സാഹിബിനെയും ഇക്കോസക്ക് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇസ്ലാഹിയ 2040 പദ്ധതി അവതരണമാണ്. ഈ പദ്ധതിയുടെ അവതരണം ബഹുമാന്യനായ KC അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അദ്ദേഹം ഇസ്ലാഹിയ അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് എൻ്റെ അധ്യാപികയും ഇസ്ലാഹിയ കോളേജിൽ ആദ്യമായിട്ട് നമ്മളെ ഇവിടെ ബനാത്ത് ആ സെഷനിൽ തന്നെ ഇംഗ്ലീഷ് അധ്യാപികയായി വന്ന റഹ്മത്തുന്നീസ ടീച്ചറാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി ദേശീയ സെക്രട്ടറിയാണ്. അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിപാടിയിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാഹിയ കോളേജിൻ്റെ നിലവിലുള്ള ബഹുമാന്യനായ പ്രിൻസിപ്പൽ P അബ്ദുൽ ഹക്ക് സാറാണ്. അബ്ദുൽ ഹക്ക് സാറെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നന്ദി അവതരിപ്പിക്കുന്നത് NC സൂറ വൈസ് പ്രസിഡന്റ് ഇക്കോസ. ഇവരെല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഈ ഒരു പരിപാടിയെ ഗംഭീരമാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഇക്കോസയിലെ എല്ലാ അംഗങ്ങൾക്കും, നമ്മുടെ ഇസ്ലാഹിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാർ, അതുപോലെ തന്നെ അസോസിയേഷൻ പ്രതിനിധികൾ, ജമാഅത്തെ ഇസ്ലാമി ഹൽക്കയിലുള്ള വനിതാ അതുപോലെ വളണ്ടിയർമാർ, അതുപോലെ തന്നെ മറ്റ് വനിതാ ഹൽക്ക കൂടാതെയുള്ള മറ്റ് GIO SIO അതുപോലെ തന്നെ മറ്റ് ഹൽക്കകളിലുള്ള ഒരുപാട് ആൾക്കാർ ഇന്നല്ല ഒരാഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ പരിപാടിക്ക് ആസൂത്രണത്തിലും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഞാൻ പരിപാടിയുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്തിട്ടുള്ള, രാവിലെ മുതൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാരാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. നേരത്തെ രാവിലത്തെ സെഷനിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ ഷെയ്ദ് റംസാനെ അഥവാ പ്രസിഡന്റ് ഇക്കോസെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹൃദയരെ, പുറത്തുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി നമ്മുടെ സമാദരണീയനായ അമരക്കാരൻ ഡോക്ടർ ഷഹീദ് റംസാനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നാട്ടുകാരെ, പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ UK അനുസ്മരണ സമ്മേളനവും ബാച്ച് സംഗമവും അതിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. നാം എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കാത്തിരുന്ന പരിപാടി ഈ ബാച്ച് സംഗമമാണ്. പല കാലങ്ങളിലായി ഈ കലാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ, ആ കാലഘട്ടങ്ങളിൽ നമ്മെ പഠിപ്പിച്ച ഗുരുവര്യരായ ആളുകൾ, ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ പല സന്ദർഭങ്ങളിലായി നമ്മെ കാണാൻ, നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരായ അധ്യാപകർ, ചിലരൊക്കെ ഇപ്പോൾ തിരിച്ചു പോയി, പലരും ഈ ഒരു മീറ്റിന് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ. നാം കഴിഞ്ഞ ഏതാനും സമയം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ബാച്ച് മീറ്റിലായിരുന്നു. ഓരോ വർഷങ്ങളിലും ഒരുമിച്ച് പഠിച്ച ആളുകൾ ഒരുമിച്ച് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ പഠന കാലഘട്ടത്തിലെ ബന്ധവും ഓർമ്മകളും നമ്മുടെ ബാച്ചിൻ്റെ ആ ഒരു നൈർമല്യവുമൊക്കെ നാം അനുസ്മരിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭമാണുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ ഒരു ഘട്ടമാണിത്. നാം മനസ്സിലാക്കുന്നു, ഇസ്ലാഹിയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യക്തിത്വവും നൽകിയ ഒരു ഇടമാണ്. അതിൻ്റെ ബഹിസ്ഫുരണമാണ് പല സന്ദർഭത്തിലും നാം ഇതുപോലുള്ള ബാച്ച് സംഗമങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നാം എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിറഞ്ഞ സദസ്സ് ഇസ്ലാഹിയയോട്, ഈ ക്യാമ്പസിനോട്, ഇസ്ലാഹിയ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരത്തോട്, ഇസ്ലാഹിയയിലെ ഗുരുനാഥന്മാർ നമുക്ക് നൽകിയ ആ അധ്യാപനത്തോട്, അവരോടുള്ള നമ്മുടെ വാത്സല്യം, ഇതെല്ലാം വളരെയധികം പ്രകടമാവുന്ന സംഗമങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പല കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചില സവിശേഷതകൾ ഈ ക്യാമ്പസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഇക്കോസ ഈ സ്ഥാപനവുമായി ആത്മബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെയും ഇസ്ലാഹിയയുടെയും ഒരു നന്മയായി ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇസ്ലാഹിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇസ്ലാഹിയക്ക് വേണ്ടി അതിന് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കലാലയം എങ്ങനെ മുന്നോട്ട് പോകണം, ഇനി പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ കരിക്കുലവും പുതിയ തലമുറയെ ആകർഷിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും എങ്ങനെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് വളരെ വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ധാരാളം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പദ്ധതികൾ നാം ഒരുപാട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴും ഒരു പാതി വഴിയിലെത്തുന്ന ഒരവസ്ഥയിലാണുള്ളത്. പക്ഷേ വീണ്ടും അത്തരം സംരംഭങ്ങളുമായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹിയയുടെ പുതിയ ഒരു വഴിത്തിരിവിൽ ഇസ്ലാഹിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതിൻ്റെ അക്കാദമിക കരിക്കുലം വികസിപ്പിക്കുന്നിടത്തും അത് നടപ്പിലാക്കുന്നിടത്തും പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ പല അർത്ഥത്തിലും അവർ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ കരിക്കുലം നാം ഡോക്ടർ N. മുഹമ്മദ് അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് നാം വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കും നമ്മുടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്. നാം ഇക്കോസ എന്ന നിലക്ക് അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നാം നൽകിയിട്ടുണ്ട്. ഇസ്ലാഹിയ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം നാം ഈ ഒരു കൂട്ടം
ഇന്ന് രാവിലെ മുതൽ ഈ ക്യാമ്പസ് സാക്ഷ്യം വഹിക്കുന്ന ഈ കൂട്ടം ഇസ്ലാഹിയ ഈ കേരളീയ സമൂഹത്തിന്, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അതെന്ത് സംഭാവന ചെയ്തു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലുള്ള എൻ്റെ ഇടപെടലുകൾ, അതുപോലെ എൻ്റെ സാമൂഹിക ഇടപെടലുകൾ എല്ലാം ഇസ്ലാഹിയയുടെ സംഭാവനയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹിയ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കും പുതിയ തലമുറക്കും അവർക്ക് ആകർഷകമായ രൂപത്തിൽ ഈ പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് എല്ലാ അർത്ഥത്തിലും പൂർവ്വ വിദ്യാർത്ഥികൾ സജ്ജമാണ് എന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ പ്രായോഗിക രൂപങ്ങളും നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അതുപോലെ സ്പോൺസർഷിപ്പും അടക്കം സാമ്പത്തിക പിന്തുണ ഉള്ള സ്പോൺസർഷിപ്പ് പദ്ധതി കഴിഞ്ഞ 5-6 വർഷങ്ങളായി നാം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മിടുക്കരായ വിദ്യാർത്ഥികളെ ഈ കോളേജിലേക്ക് ആകർഷിക്കാനും അവരുടെ പഠനം ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കാനും നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ കഴിവുകൾ നമ്മുടെ ഈ കോളേജിനും കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു റിസോഴ്സ് പൂൾ നാം തയ്യാറാക്കുകയും അത് നാം കോളേജിന് സമർപ്പിക്കുകയും ഈ പൂർവ്വ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് ഈ കുട്ടികളെ പരിചയപ്പെടുത്തുകയും അവരുടെ വൈദഗ്ധ്യം കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ നാം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും അതുപോലെ കോളേജിൻ്റെ അക്കാദമിക നിലവാരങ്ങളിലുമൊക്കെ ഇക്കോസ എന്ന നിലക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ആവശ്യമായ ഇടപെടലുകളും പ്രോത്സാഹനങ്ങളും സമയാസമയം നാം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇക്കോസ എന്ന നിലക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഈ ഒരു ഉത്തരവാദിത്വം നാം സ്വയം ഏറ്റെടുത്തതാണ്, നാം പ്രഖ്യാപിച്ചതാണ്. നമ്മുടെ അധ്യാപകർ നമുക്ക് നൽകിയ ഒരു വലിയ വെളിച്ചമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാഹിയയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇസ്ലാഹിയയിലുള്ള അധ്യാപകരാണ്. എന്നും ഈ അധ്യാപക കൂട്ടം നമുക്ക് നൽകിയ ഒരു വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും നാം അധ്യാപകരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മർഹൂം UK അബൂ സഹ്ലയെ അനുസ്മരിച്ചു കൊണ്ടാണ് നാം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു അധ്യാപകൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ച് നാം ഒരുപാട് കേട്ടു. പല സന്ദർഭങ്ങളിലും നമുക്ക് വെളിച്ചം നൽകിയ ഒരുപാട് അധ്യാപകരുണ്ട്. പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞ അധ്യാപകരെ നാം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. മർഹൂം SA റഷീദ് സാഹിബ്, EN അബ്ദുള്ള മൗലവി, TK ഇസ്മായിൽ ഉസ്താദ് തുടങ്ങി ഒട്ടനവധി അധ്യാപകർ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പരമകാരുണികനായ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിലും ചില ആളുകളൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാനും ബന്ധപ്പെടാനുമുള്ള വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളിലൂടെ നാം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, പരസ്പരം അറിയുന്നുണ്ട്. ഈ ഒരു അറിവ്, ഈ പരസ്പരമുള്ള ഈ ഹൃദയബന്ധം നിലനിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാഹിയ എന്ന ഈ ഒരു വികാരം നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ ഇസ്ലാഹിയ നമുക്ക് പകർന്നു നൽകിയ ഈ ഒരു സന്ദേശം, ഈ ഒരു കാഴ്ചപ്പാടുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ എങ്ങനെ ഇനിയും നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാം എന്ന ഒരു കാഴ്ചപ്പാട്, ആ ഒരു പ്രതിജ്ഞ നാം എടുക്കുകയാണ്. നാം എല്ലാവരും ഈ കലാലയത്തിൽ പഠിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ബിൽഡിങ്ങിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഇസ്ലാഹിയ കോളേജ് എന്ന ഒരു ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്, ഒരു നൊമ്പരമുണ്ട്. അവിടെ ഇപ്പോൾ അൽ ഇസ്ലാഹിൻ്റെ പേരാണുള്ളത്. ഇസ്ലാഹിയ കോളേജ് ഇവിടെ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. തൽക്കാലം നമ്മുടെ പുതിയ ബിൽഡിങ്ങിലാണ് ഇസ്ലാഹിയ കോളേജ് ഉള്ളത്. പക്ഷേ ഒരു കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ സംഗമത്തിൽ 2018 സംഗമത്തിൽ നാം ഒരു വലിയ സ്വപ്നം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സംവിധാനത്തിൽ, പുതിയ സ്ഥലത്ത്, പുതിയ കെട്ടിടത്തിൽ, പുതിയ രീതികളോടുകൂടി ഇസ്ലാഹിയ കോളേജ് പുനഃസ്ഥാപിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. പല കാരണങ്ങളാൽ അതുമായി ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ വഴിയിലുള്ള യാത്രയിലാണ് നമുക്കുള്ളത്. യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ആ ആരംഭിച്ചതിൻ്റെ
അതിൻ്റെ വഴികളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടും. പുതിയ രീതിയിലേക്ക്, പുതിയ സംവിധാനത്തിലേക്ക് ഇസ്ലാഹിയ 1-2 വർഷങ്ങൾക്കുള്ളിൽ അത് പ്രഖ്യാപിക്കപ്പെടും, അത് യാഥാർത്ഥ്യമാകും എന്ന് നാം വിശ്വസിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നാം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ സന്നിഹിതരായ നമ്മുടെ പ്രിയങ്കരായ അധ്യാപകരുണ്ട്. അബ്ദുള്ള സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, OP അബ്ദുസ്സലാം അലി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ റഹ്മത്ത് നിസാൻ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കോളേജിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഹക്കുമാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സദസ്സിലുള്ള EN ഇബ്രാഹിം മൗലവി അടക്കം ധാരാളം അധ്യാപക സുഹൃത്തുക്കൾ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഡോക്ടർ ഷഹീദ് റംസാൻ സർ. തുടർന്ന് ബാച്ച് സംഗമത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻ പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാന്യനായ OP അബ്ദുസ്സലാം മൗലവി നമ്മോട് സംസാരിക്കുന്നു. സ്റ്റേജിലുള്ള എന്നോടൊപ്പം അധ്യാപക ജോലിയിൽ സഹകാരികളായിരുന്ന സഹോദരന്മാരെ, സഹോദരികളെ, സദസ്സിൽ ഉള്ള ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹിയ കോളേജ് വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സന്തോഷത്തോടും നിർവൃതിയോടും കൂടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അഭിമാനിക്കാനും സന്തോഷിക്കുവാനുമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ പഠിപ്പിക്കലാണ്. ആ ദൗത്യം നിർവഹിച്ച എന്നോടൊപ്പം അന്ന് ഇസ്ലാഹിയ കോളേജിലുണ്ടായിരുന്ന എൻ്റെ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അള്ളാഹു നമ്മെ ഇരുവീട്ടിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യമുണ്ടെങ്കിൽ ആ പഴയ അധ്യാപകനായി ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹം. പക്ഷേ ആ മോഹം ഇനി പുഷ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ പഠിക്കലും പഠിപ്പിക്കലുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും ഒരക്ഷരം ഏതെങ്കിലും ഒരാൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നല്ല മാർഗത്തിൽ മുന്നോട്ട് പോകുവാൻ ഇസ്ലാമിനും മുസ്ലിമിനും ഇസ്ലാമിക സമൂഹത്തിനുമൊക്കെ സേവനം ചെയ്യുവാൻ അവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ വളരെ കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല. ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഒത്തുകൂടാം. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ അമലുകളിൽ കാപ്പട്യത്തിൻ്റെ അംശങ്ങൾ വരാതിരിക്കാൻ അള്ളാഹു നമ്മെ
നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ OP അബ്ദുസലാം മൗലവിക്ക് ഇക്കോസയുടെ ഹൃദയംഗമമായ കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, നമ്മളുടെ സദസ്സിൽ നമ്മളോടൊപ്പം ബഹുമാന്യനായ TK ഫാറൂഖ് സാഹിബ്, EN ഇബ്രാഹിം മൗലവി, പ്രൊഫസർ ഹംസ സാഹിബ്, PV അബ്ദുറഹ്മാൻ സാഹിബ്, TK പോക്കുട്ടി സാഹിബ്, PT അബ്ദുറഹ്മാൻ സാഹിബ്, അബ്ദുൽ ലത്തീഫ് കൊടുവള്ളി, മുഹമ്മദ് ബാക്കവി തുടങ്ങിയവരും നമ്മോടൊപ്പം ഈ ബാച്ച് സംഗമത്തിൽ ഒരുമിച്ച് ചേരുന്നുണ്ട്. തുടർന്ന് ബാച്ച് സംഗമത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം അധ്യാപകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ബഹുമാന്യനായ O അബ്ദുള്ള സാഹിബിനെ സ്നേഹാദരപൂർവ്വം സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ ചുരുങ്ങിയ ഏതാനും വാക്കുകൾ അതിൽ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ് അയാൾ പ്രസംഗിക്കാതിരുന്നത് എന്ന് വല്ലവരും തെറ്റിദ്ധരിച്ചാൽ എന്താ ചെയ്യുക? അന്ന് കണ്യത്തുസ്താദ് കത്തി നിൽക്കുന്ന കാലത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗം ഇങ്ങനെ ദീർഘിപ്പിച്ചു. കണ്യത്തുസ്താദ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ട സുന്നികളുടെ ഏറ്റവും വലിയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറിപ്പ് കൊടുത്തു. കുറിപ്പ് ആദ്യം ഉണ്ടായ സംഭവം, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആയത്ത് തെറ്റിയപ്പോൾ അത് കുറിപ്പ് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇൽമു മാറി മാറി വരികയാണിത്, തെറ്റിയെന്നല്ല. ഇതാജാ റസൂലുള്ളാഹി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അറായിത്തയിൽ കടന്നാൽ അറായിത്തൻ്റെ ഇൽമു ഇങ്ങനെ ഇടുമ്പോൾ എന്നാൽ പിന്നെ എന്താ കാട്ടുക? ഇൽമു മാറി മാറി വന്നാൽ തെറ്റിയതാ നിങ്ങൾ പറയുന്നത് കിട്ടുക പറയും. മറ്റവർക്ക് അതിനുള്ള ധൈര്യമില്ല, നിങ്ങൾ തെറ്റിയത് തന്നെ എന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം പാണ്ഡിത്യത്തിൻ്റെ ആ മറ്റേ ഉച്ചിയിലുള്ള ഒരാളാണ്. കുറച്ച് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പറയുന്നതും മറ്റൊരു നീട്ടി മണിക്കൂറുകളോളം പറയുന്നതായിട്ട് എൻ്റെ കുറച്ചാണ് നല്ലത് എന്നാണ് പിന്നെയുള്ള മറുപടി. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രസംഗിച്ച് അവസാനിപ്പിക്കാനാണ്. ഒരു ചെറിയ നിർദ്ദേശം മാത്രം എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ അനുഭവിക്കുന്ന പ്രയാസമാണ്. ചാനൽ ചർച്ചയിലൊക്കെ ചെല്ലുമ്പോൾ മറുഭാഗത്തുള്ളവർ ഒരു വിവരമുള്ളവരല്ലെങ്കിൽ പോലും മതപരമായ ഒരു കാര്യം പറയുമ്പോൾ അത് പണ്ഡിതന്മാർ പറയട്ടെ എന്ന് പറയുന്നത് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലത്തെ ആൾക്കാരാണ്. ചാനലിൽ നമ്മൾ ചെന്നിട്ട് ഇസ്ലാം എങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഇത്ര കൊടുക്കാൻ പറഞ്ഞു, ബാക്കി പല സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അവർക്ക് മഹർ കൊടുക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് പെണ്ണ് കെട്ടുകയാണെങ്കിൽ ആണ് പോയി കാട്ടുപോയി മരം വെട്ടി മുറിച്ചുകൊണ്ടൊന്ന് വിറകാക്കിയിട്ട് മഹറിന് പൈസ കണ്ടെടുക്കണം. അതേസമയം പെൺകുട്ടിക്ക് വേണ്ടി പങ്കന്മാർക്ക് വേണ്ടി ആണ് അധ്വാനിക്കണം. ഇതാണ് ഇസ്ലാം. പെൺകുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ള. അപ്പോൾ ഈ വശങ്ങളൊക്കെ പറയുമ്പോൾ അത് പണ്ഡിതന്മാർ പറയണം. ഞാൻ എത്ര തവണയാണ് ചാനലിൽ ഞാൻ പണ്ഡിതനാന്ന് പറയേണ്ടി വന്നത് ഇരിക്കുന്നത്. ഞാൻ പണ്ഡിതനാന്ന് ഞാൻ പറയണമെങ്കിൽ ഒരുവിധം എൻ്റെ ചർമ്മം അത്യാവശ്യം നല്ല ചർമ്മമാണ്, അതിനേക്കാൾ മുന്തിയ ചർമ്മത്തിന് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവർക്കൊക്കെ ചില മദനി, സുല്ലമി, ദാരിമി, ഫൈസി അങ്ങനെ കുറേ പേരുകൾ നൽകുന്നതുകൊണ്ടാണ് ഒരു പണ്ഡിതന്മാരായത്. അമ്മാതിരി ഏതെങ്കിലും ഒരു പേര് ഒന്ന് കൊടുക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ മജ്ലിസ് താലീമുൽ ഇസ്ലാമി അന്ന് ചില വേദികളിലൊക്കെ ഞാനിത് ഉന്നയിച്ചിരുന്നു. പ്രയാസങ്ങളുണ്ട്, നമുക്ക് അറിവുണ്ട്, നമ്മൾ കൊട്ടിപ്പാടി നടക്കണോ, വാൽമ കെട്ടി തൂക്കണോ എന്നൊക്കെയുള്ള മറുപടി ഉണ്ടാവും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയേണ്ടി വരിക. ഇസ്ലാമികമായ ഒരു ചർച്ചയിൽ നമ്മൾ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ പറയട്ടെ. മറ്റവനുള്ള പാണ്ഡിത്യം എന്താ കോഴിമ കാര്യം സുല്ലം ചെയ്യുന്നു, മറ്റേ കാര്യം മദനി ആയിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം മജ്ലിസ് താലീമുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്.
രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഈ കേരളത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ വക്താവ്, അതിന് അവകാശം KC അബ്ദുൽ അദ്ദേഹമാണ് ഈ ഒരു സമന്വയ വിദ്യാഭ്യാസം രണ്ട് ഭൗതികതയും ആത്മീയതയും സമീകരിച്ചുകൊണ്ടുണ്ടായത്. പക്ഷേ ഒരു പിഴവുപറ്റി, അതായത് പരീക്ഷയ്ക്ക് എഴുതാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളവർ ആ പരീക്ഷാ സിസ്റ്റത്തിന് എതിർത്തു. അതുകൊണ്ട് മറ്റുള്ളവർ അത് റാഞ്ചി. അപ്പോൾ ദാറുൽ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു അഡ്മിഷന് കഴിഞ്ഞ തവണ 3000 കുട്ടികളെ അറ്റൻഡ് ചെയ്തത്. ആ 3000 കുട്ടികളിൽ ഒരാളെ ഞാൻ കാരണവശാൽ കണ്ടു. അപ്പോൾ പറഞ്ഞത് പാണക്കാട് തങ്ങന്മാരുടെ കത്ത് പോലും സ്വീകരിക്കില്ല, റെക്കമെൻഡ് ഇല്ല, ശരിക്കും മെറിറ്റ് ബേസിൽ മാത്രമായിരിക്കും സെലക്ഷൻ. മെറിറ്റ് ബേസിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3000 ആളുകൾ ആ ഒരു മതസ്ഥാപനത്തിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ ഇവിടെ എന്തുമാത്രം വിഷമമാണ്. ഞാൻ എത്രയോ സെലക്ഷൻ ഇവിടെ കൂടിയ ആളാണ്. വളരെ പ്രയാസം. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കുട്ടികളുടെ എണ്ണം കുറവ്, കാരണം രക്ഷിതാക്കൾ ഇതുമായിട്ടുള്ള ബന്ധം കുറവാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ നല്ലൊരു ഡിഗ്രി ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന, അത് ഉപയോഗിക്കുന്നതായ ആൾക്കാർ കയ്യിൽ ഉണ്ടാവണം. ഏതെങ്കിലും ചില വ്യക്തികൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർക്ക് ശേഷം വേണമല്ലോ അതൊക്കെ നിലനിൽക്കാം. അപ്പോൾ ആ ഒരു ലളിതമായ നിർദ്ദേശം അത് പറഞ്ഞത് ഞാനായി എന്നതുകൊണ്ട് മാത്രം അത് തിരസ്കരിക്കാൻ ആക്രാന്തം കാണിക്കരുത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി അബ്ദുള്ള സാഹിബ്. തുടർന്ന് ബാച്ച് സംഗമത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ മത്സര പരിപാടികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദ്യമായി OP അബ്ദുസലാം മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് സാജിദ E, സക്കീന K, മുംതാസ് P, താഹിറ RC. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ഇസ്ലാമിക ഗാനാബല മത്സരത്തിൽ വിജയികളായിട്ടുള്ള സാജിദ E, സക്കീന K, മുംതാസ് P, താഹിറ RC എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വിളിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ വേദിയുടെ മുൻവശത്തേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഷഹർബാൻ MK, ലമീസ് അബൂബക്കർ, നൂറ റഹ്മാൻ, ഫൈസൽ KP, അബ്ദുൽ നാസിർ PK, ഹാഷിം KT തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ സദസ്സിൻ്റെ മുൻവശത്തേക്ക് വേദിയോട് സമീപത്ത് വന്നു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മാനദാനം വിതരണം ആരംഭിക്കുകയാണ്. സമ്മാനദാനം വിതരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ OP അബ്ദുസലാം മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി സാജിദ E ഗാനാബലം ഇസ്ലാമിക ഗാനാബല മത്സരത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് സാജിദ E. സക്കീന E 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് സക്കീന E. മുംതാസ് P 1984 ബാച്ചാണ്. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു താഹിറ RC. താഹിറ RC 1982 ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു. 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച ഗാനാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഷഹർബാൻ MK. സമ്മാനദാനം നിർവഹിക്കുന്നതിന് ബഹുമാന്യനായ O അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷഹർബാൻ MK 1993-94 AIC ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ലമീസ് അബൂബക്കർ
2004, 2007 ബാച്ച് ആയിരുന്നു. ഷെഹർബാൻ MK 1993-94 AIC ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ലമീസ് അബൂബക്കർ 2004-2007 ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് നൂറ റഹ്മാൻ 2014 ഡിഗ്രി ബാച്ചിലാണ് നൂറ പഠനം ഇസ്ലാഹിയിൽ പൂർത്തിയാക്കിയത്. നൂറ റഹ്മാൻ. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഒ അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ ഗാനാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫൈസൽ KP 1989 ബാച്ചാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി TK ഫാറൂഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫൈസൽ KP 1989 ബാച്ചായിരുന്നു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് അബ്ദുൽ നാസിർ PK 1972 ബാച്ച് അംഗമാണ്. അബ്ദുൽ നാസിർ PK. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹാഷിം KT 1976 ബാച്ച് അംഗമായിരുന്നു. അബ്ദുൽ നാസിർ PK 1972 ബാച്ചിലെ അംഗമായിരുന്നു. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹാഷിം KT. 50 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരുടെ മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് ജമാൽ 1991 ബാച്ച് അംഗമായിരുന്നു. ജമാൽ. ഹാഷിം KT 1976 ബാച്ചിലെ അംഗമാണ്. 50 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരുടെ ഗാനാലാപന മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് ജമാൽ 1991 ബാച്ച് അംഗമായിരുന്നു. ഗ്രൂപ്പ് സോങ് വിജയികൾക്കുള്ള സമ്മാനദാന വിതരണമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി റഹ്മത്തുൻ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മുംതാസ് P ആൻഡ് പാർട്ടി സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച ഗ്രൂപ്പ് സോങ് മത്സരത്തിൽ വിജയികളായിരിക്കുന്നത് മുംതാസ് P ആൻഡ് പാർട്ടി. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫൗസിയ NN 96-97 ബാച്ച് അംഗങ്ങളായിരുന്നു. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് സഈദ UK 1989 ബാച്ചിലായിരുന്നു. മുംതാസ് P ആൻഡ് പാർട്ടി. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫൗസിയ NN ആൻഡ് പാർട്ടി 96-97 ബാച്ച് അംഗങ്ങളായിരുന്നു. ഫൗസിയ NN ആൻഡ് പാർട്ടി. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി റഹ്മത്തുൻ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1996-97 ബാച്ചിലെ അംഗങ്ങളാണ് ഫൗസിയ NN ആൻഡ് പാർട്ടി. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് സഈദ UK ആൻഡ് പാർട്ടി 1989 ബാച്ച് അംഗങ്ങളാണ്. റീൽ കണ്ടസ്റ്റന്റ് വിജയികളായിരിക്കുന്ന ഹിലാലുൽ ഹഖ്, ജൂഹി തൻഹ, ഹന ഫാത്തിമ എന്നിവർ വേദിയിലേക്ക് വരേണ്ടതാണ്. ഇസ്ലാഹിയ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള റീൽ കണ്ടസ്റ്റ് മത്സരത്തിൽ വിജയികളായിട്ടുള്ള ഹിലാലുൽ ഹഖ്, ജൂഹി തൻഹ, ഹന ഫാത്തിമ എന്നിവർ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി
നമ്മളെ ഇസ്ലാഹിയ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച റീൽ കണ്ടസ്റ്റാണ് നമ്മുടെ പരിപാടിയുടെ. അതിൽ 1ാം സ്ഥാനം നേടിയത് ഹിലാലുൽ ഹക്ക് പി. നമ്മുടെ UK കുറിച്ചൊരു 7 മിനിറ്റ് അതിഗംഭീരമായൊരു ഡോക്യുമെൻ്ററി കൂടി നമുക്ക് ഈ പരിപാടിക്ക് തയ്യാറാക്കി തന്ന പ്രതിഭയാണ് ഈ +2 വിദ്യാർത്ഥി. അദ്ദേഹത്തിനാണ് റീൽ കണ്ടസ്റ്റിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. സമ്മാനദാനം കൊടുക്കാൻ വേണ്ടി R. യൂസുഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം ജൂഹി തൻഹ, +1 വിദ്യാർത്ഥിനി. മൂന്നാം സ്ഥാനം ഹന ഫാത്തിമ, +2 വിദ്യാർത്ഥിനി, നമ്മുടെ സ്ഥാപനത്തിലെ. മൂന്നാം സ്ഥാനം ഹന ഫാത്തിമ. ഓക്കെ, നേരത്തെ കൊടുക്കാൻ ബാക്കിയുള്ള ഒരു സമ്മാനം കൊണ്ട് 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ. അതിൽ 2ാം സ്ഥാനം നേടിയ സെക്കീന കെ. അടുത്തായിട്ട് നമ്മുടെ ഇസ്ലാഹിയ 2040 പദ്ധതി അവതരണത്തിനായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KC ലത്തീഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ UK അബൂ സഹ്ല പാടിയതും പറഞ്ഞതുമൊക്കെ അദ്ദേഹം ഉൾക്കൊണ്ട ആശയത്തിൻ്റെ, ആദർശത്തിൻ്റെ പ്രകാശനത്തിനും പ്രചാരണത്തിനും വേണ്ടിയായിരുന്നു. അത്തരമൊരു വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണം നടക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച സ്ഥാപനത്തിൻ്റെ, അദ്ദേഹം വളർത്തിയെടുത്ത സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൻ്റെ ഭാവിയും വളരെ സംക്ഷിപ്തമായെങ്കിലും വിശേഷിച്ചും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഉൾക്കൊള്ളുന്ന ഈ സദസ്സിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഈ പരിപാടി പൂർണ്ണമാകുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് 2040 ബ്രീഫിംഗ് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ പരിപാടികൾ മൊത്തത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് ഭാഗത്തേക്കും ഇരുന്നാൽ നിങ്ങൾക്കും കൂടി കാണാം. ഇസ്ലാഹിയ 2040 പ്രൊജക്റ്റ് സാധാരണ അത് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ 2012, 2016, 2020, 2040 എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. കാരണം ഇത് ഈ പദ്ധതിയുടെ പല ഘട്ടങ്ങളാണ്, പലപ്പോഴായി നടന്നിട്ടുള്ള പുനഃപരിഷ്കരിച്ചിട്ടുള്ള ഘട്ടം. ഞാൻ ഇന്നതിൽ 1952 ചേർത്തിരിക്കുന്നു. അൽ ഇസ്ലാമിയ മദ്രസത്തിൽ ഇസ്ലാമിയ സ്ഥാപിതമായ ഇയർ കൂടി ചേർത്തിരിക്കുന്നത്. ആ അന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കണ്ടിന്യൂറ്റിയാണ് 2040 എന്ന് പറയുന്നത്. ഇതുവരെ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എന്ന അടിസ്ഥാനത്തിലാണ് ഇസ്ലാഹിയ 2040 കാണുന്നത്. നമുക്കിതിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, ലോങ് ടേം ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഷോർട്ട് ടേമായി നടക്കുന്ന പ്രോഗ്രാമുകൾ ലോങ് ടേം ആയിട്ടുള്ളതിൻ്റെ ഭാഗമായി പിന്നീട് അതിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ 2040 പ്രൊജക്റ്റിൽ തന്നെ
നമ്മൾ വളരെ ബേസായി കാണുന്നത് നമ്മുടെ ഫസ്റ്റ് സ്ഥാപനമായ അൽ മദ്രസത്തുൽ ഇസ്ലാമിയാണ്. അത് അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ മദ്രസ സ്ഥാപനമായി തന്നെ നിലനിർത്തുക എന്നതാണ് ഈ പ്ലാനിൽ നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് അൽ മദ്രസത്തുൽ ഇസ്ലാമിയ അതിനെ കൂടുതൽ പരിഷ്കരിക്കുകയും ഏറ്റവും കാലികമായ ജമാഅത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നമുക്ക് കാണാം ബ്രാൻഡഡ് മദ്രസ. ആ രൂപത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ആ പ്ലാനിൽ വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അഡ്മിൻ ബ്ലോക്ക്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മെയിൻ ഓഫീസുകളൊക്കെ ഇതിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാഹിയയുടെ അക്കാദമിക തലങ്ങളോടൊപ്പം മാനുഷികമായ പ്രവർത്തനങ്ങൾ ഇസ്ലാഹിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. 3000-ഓളം ആളുകൾക്ക് സേവനമനുഷ്ഠിക്കുന്ന ഒന്ന്. അത് ഈയിടെയായി ചില നിയമപരമായ കാര്യങ്ങളാൽ അല്പം മന്ദീഭവിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാഹിയയുടെ അക്കാദമികമായ അതിനോടൊപ്പം തന്നെ അതിൻ്റെ പോളിസിയിലുള്ള അതിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അലൂമിനി ഇവിടെ വരുമ്പോൾ അവർക്ക് കയറിയിരിക്കാൻ, അവർക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ, അതുപോലെ ഇസ്ലാഹിയയുടെ വികസന പ്രവർത്തനങ്ങളുടെ പിയറായി വർക്ക് ചെയ്യുന്ന കേന്ദ്രം എന്ന അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ ഈ അത് 65% അത് പൂർത്തീകരിച്ചു. ഇപ്പം നമ്മളത് താൽക്കാലികമായി ഇസ്ലാഹിയയുടെ ബിൽഡിംഗ് ആയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ SR സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഈ വിഷയത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആളുകൾക്ക് ഇസ്ലാഹിയ കോളേജ് ആ ബിൽഡിംഗ് നമ്മൾ ഒഴിവാക്കി എന്നത് ചില പ്രയാസങ്ങളുണ്ടായിരുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും. നേരത്തെ അത് മാറുന്നതിനെ കുറിച്ച് ആലോചിപ്പിക്കുമ്പോൾ ആശങ്കകളുണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാഹിയ ഗവേണിംഗ് ബോഡിയും അൽ ഇസ്ലാഹ് ഗവേണിംഗ് ബോഡിയും അധ്യാപകരും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്ത് താൽക്കാലികമായ ഷിഫ്റ്റിംഗ് നൽകിയത്. ആ ഷിഫ്റ്റിംഗ് നടന്നതിന് ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലുള്ളവരും ഒക്കെ ഇതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്നിച്ച് പോകുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ 2 രൂപത്തേക്ക് അത് മാറിയതിനു ശേഷം താൽക്കാലികമാണെങ്കിലും കോളേജും സ്കൂളും വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നു. ICIയുടെ ഒഫീഷ്യൽസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിന് ശേഷവും കോളേജിനെക്കുറിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ ഈ താൽക്കാലികമാണെങ്കിലും അതിനെക്കുറിച്ച് അവർ പ്രത്യേകമായി സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ അഡ്മിൻ ബ്ലോക്ക് നേരത്തെ സൂചിപ്പിച്ച പല ലക്ഷ്യങ്ങൾക്കായി 5 കോടിയുടെ പദ്ധതിയാണ്. 3 കോടിയോളം ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ 65% നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാക്കി കൂടി അത് പൂർത്തീകരിക്കുക നമ്മുടെ ഭാവി പ്രവർത്തനമാണ്. നമ്മുടെ ഒന്നാമത്തേത് മദ്രസ എന്ന് പറയുന്നത് അക്കാഡമിക് ബ്ലോക്കുകളുണ്ട്. അഡ്മിൻ ബ്ലോക്ക് അക്കാഡമിക് ബ്ലോക്കിൽ ഒന്നാണ് മദ്രസ. രണ്ടാമത്തേതാണ് നമ്മുടെ മേക്കുത്ത് മാസ്റ്റർ പ്ലാൻ. നേരത്തെ ഇസ്ലാഹി ഉണ്ടായിരുന്ന ഇപ്പോൾ അൽ ഇസ്ലാഹുള്ള. അതിന് നമ്മൾ ഈ ഫ്യൂച്ചർ പ്ലാനിൽ അൽ ഇസ്ലാഹിൻ്റെ ക്യാമ്പസ് ആയിക്കൊണ്ടാണ് കാണുന്നത്. ഇത് അൽ ഇസ്ലാഹിൻ്റെ നേരത്തെയുള്ള ബിൽഡിംഗ് ആണ്. ഇസ്ലാഹിയ ബിൽഡിംഗ് കൂടി അൽ ഇസ്ലാഹിന് കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതിയെ നമ്മൾ വികസിപ്പിക്കുന്നത്. കാരണം അൽ ഇസ്ലാഹിൽ സെക്കൻഡറി അഫിലിയേഷൻ ലഭിച്ചു, 8ാം ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു, സെക്കൻഡറി തലം വേണം, ലാബ് വേണം, ആ രൂപത്തിൽ അതിനെ വികസിപ്പിക്കാൻ പ്രിമൈസ് വേണം. നമ്മൾ ആലോചിച്ചപ്പോൾ ഇത് നമ്മൾ മാറാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത് പിന്നീട് വേണ്ടത്ര ഉപകാരപ്രദമാകാതിരിക്കുന്നതിനേക്കാൾ നല്ലത് താൽക്കാലികമായി ഇസ്ലാഹിയ ആ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയും സ്കൂളിൻ്റെ ആവശ്യത്തിന് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഇസ്ലാഹിയയുടെ പുതു ക്യാമ്പസിലെത്തുകയും അതിൻ്റെ പുതിയ രൂപത്തിൽ അതിനെ സ്ഥാപിക്കുകയും ചെയ്യുക എന്ന പദ്ധതിയുമായിട്ടാണ് 2040 മുമ്പോട്ട് പോകുന്നത്. അൽ ഇസ്ലാഹ് സ്കൂളിൻ്റെ വികസനത്തിലും അതിൻ്റെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിൽ അല്പം 2-3 ലക്ഷത്തോളം ആവശ്യമുണ്ട്. പിന്നീട് അതിന് സ്വന്തമായ KG ബ്ലോക്കും ഹോസ്റ്റൽ സംവിധാനങ്ങളും ഫൈനാൻഷ്യൽ സെൽഫ് സഫിഷ്യൻസി, എപ്പോഴും അത് നമ്മളുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ അതിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. പിന്നീട് അവിടെയുള്ള ഹോസ്റ്റലുകളാണ് എല്ലാ സ്കൂളുകളുടെയും അനുബന്ധമായുള്ള സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ അനുബന്ധമായിട്ടുള്ള ഹോസ്റ്റൽ. ഇതിൻ്റെയും പരിഷ്കരണത്തിൽ ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി 5 റൂമുകൾ പരിഷ്കരിച്ചു, 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട്. ബാക്കി അതിൻ്റെ റൂമുകൾ കൂടി അടിയന്തരമായി പരിഷ്കരിക്കുക എന്നതാണ് അതിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. 45 ലക്ഷത്തോളമാണ് അതിന് നമ്മൾ കോസ്റ്റ് കണ്ടിട്ടുള്ളത്. ഹോസ്റ്റൽ സംവിധാനം ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ മറ്റ് സംവിധാനങ്ങൾക്ക് കൂടി സഹായകമാകുന്ന ഒന്നാണ്. മാത്രമല്ല സെക്കൻഡറി തലത്തിലുള്ള അതുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇതേ നമ്മുടെ വിദ്യാഭ്യാസ സ്കീമുകൾ ഉപയോഗപ്പെടുത്താനുള്ളത് കൂടിയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് അതുകൂടി മേക്കുത്ത് കുറച്ചു കാലം കൂടി കോളേജിൻ്റെ ഹോസ്റ്റൽ, കോളേജിൻ്റെ പുതിയ സ്ഥലത്തേക്ക്, ഹൈസ്കൂളിൻ്റെ ഹോസ്റ്റൽ സാധ്യമാകുമെങ്കിൽ അതിൻ്റെ സ്ഥലത്തേക്ക് അത് മാറുന്നതൊക്കെ നമ്മുടെ 2040 അതിനിടക്ക് ഈ സംവിധാനം ഭംഗിയിൽ കുറച്ചുകൂടി പരിഷ്കരിച്ച് നടപ്പാക്കേണ്ടത്. ഇപ്പോൾ 5 റൂമിൻ്റെ നടപ്പാക്കിയതിൻ്റെ മോഡൽ മാത്രമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ സോൺ, ഹൈസ്കൂളും സീനിയർ സെക്കൻഡറി സ്കൂളുമുള്ള അതിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അവിടെ കാണിച്ചത്. അതിൻ്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങളിലൊന്നായിരുന്നു അതിൻ്റെ ഗ്രൗണ്ട്. ഇത് ഈയിടെ പൂർത്തീകരിച്ചതാണ്. പള്ളി ഇപ്പം നമ്മൾ നവീകരിച്ചു, കുറച്ചുകൂടി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്യാൻറ്റീനും ഡൈനിങ് ഹാളും അതിൻ്റെ അത്യാവശ്യങ്ങളിൽപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ചു, തുടങ്ങി വെച്ചതാണ്. അത് ബാക്കി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ലോണ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി സ്റ്റാഫ് തന്നെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആണ് അത് പൂർത്തീകരിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഹൈസ്കൂളിൻ്റെ ക്ലാസ് റൂമുകളുടെ എക്സ്റ്റൻഷനാണ്. ഇതും അതേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. മറ്റൊന്ന് നമ്മുടെ മുമ്പിലുള്ളത് സീനിയർ സെക്കൻഡറിയുടെ അഡീഷണൽ ക്ലാസ് റൂമുകളാണ്. ആ ക്ലാസ് റൂമുകളും നമ്മുടെ അത് ഇമ്മീഡിയറ്റ്ലി ഉള്ള റിക്വയർമെൻ്റാണ്. അത് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളായിട്ട് കൂടുതൽ ആധുനികമായ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ഹൈസ്കൂൾ സംവിധാനത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിലുള്ളത്. ഇതിൽ സന്തോഷകരമായൊരു സംഗതി, സീനിയർ സെക്കൻഡറി സ്കൂളിന് 70 സെൻറ്റ് സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് വാങ്ങുന്നതിന് വേണ്ടി അലൂമിനി തന്നെ മുമ്പോട്ട് വന്നിരിക്കുന്നു. അവരുടെ ഇനീഷ്യേറ്റീവോടു കൂടി തന്നെ അതിൻ്റെ ബിൽഡിങ്ങും പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ഥാപനങ്ങൾക്കും നമ്മൾ അതിൻ്റെ ഫൈനാൻഷ്യൽ സോഴ്സുകളെ കാണുന്നുണ്ട്. ഹോസ്റ്റൽ സംവിധാനത്തിനും മാനേജ്മെൻറ്റിൻ്റെ ചെറിയ പിന്തുണയോടുകൂടി അതിൽ നിന്ന് തന്നെ സ്ഥാപിക്കാൻ സാധ്യം. ഹൈസ്കൂളിൻ്റെ വികസനവും അവിടെയുള്ള അലൂമിനി, സ്റ്റാഫ്, പേരൻസ്, മാനേജ്മെൻറ്റ് സപ്പോർട്ട്, ഇങ്ങനെ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ പ്ലാനിൽ ഉള്ളത്. വാദി റഹ്മ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് അതിപ്പോൾ സെൽഫ് ഡ്രിവണായി സ്വന്തം പ്ലാനുകളോട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് വളർന്നിരിക്കുന്നു. നമുക്കറിയാം ഹാബിറ്റ്സ് അക്രഡിറ്റേഷനൊക്കെ ഇപ്പോൾ അതിന് ലഭിച്ചിട്ടുണ്ട്. അഭിമാനകരമായ ഒരു സംവിധമായി നമ്മുടെ അക്കാഡമിക് സോൺ 4 വളർന്നിരിക്കുന്നു. അതിൻ്റെ ഭാവി വളർച്ചകളും ഉണ്ടാകേണ്ടത്. അക്കാഡമിക് സോൺ 5 ആണ് നമ്മളുടെ ഹയർ സ്റ്റഡീസിൻ്റെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ചായി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് വരുന്ന 2040 വളരെ പ്രധാനപ്പെട്ട സംവിധാനം. അതിൽ 5ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാകണമെന്നതാണ് നേരത്തെ തന്നെയുള്ള നമ്മുടെ കമ്മിറ്റികളിലൊക്കെ വന്നിട്ടുള്ള തീരുമാനം. അതിൽ പ്രയോറിറ്റിയിലുള്ളതാണ് എത്തിക്സ് ആൻഡ് തിയോളജി. ഇസ്ലാഹിയയുടെ പുതിയ ഡിഗ്രി തലത്തിലുള്ള പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള കോഴ്സിനുള്ള കോർ സ്ഥാപനമായതുണ്ടാകും. അതിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഈയിടെ നമ്മൾ അത് ആവശ്യമാണ് എന്നത് കണ്ടതുകൊണ്ട് അതിൻ്റെ പ്ലാനുകളെല്ലാം ഉണ്ടാക്കി നമ്മൾ പ്ലാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് നൽകുകയും ഇൻസ്പെക്ഷൻ നടക്കുകയും ചെയ്തു. ആവശ്യമാണെങ്കിൽ മാത്രം അത് അപ്രൂവൽ എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ബിൽഡിംഗാണ് കോളേജിന് നമ്മൾ ഇപ്പോൾ തൽക്കാലമാണ് പറഞ്ഞു, SR പറഞ്ഞു, ഇപ്പോൾ വഴിയിലാണ്, ഉള്ളയിടത്ത് നിന്ന് ഇറങ്ങി ഇവിടേക്ക് നമുക്ക് പോകാം. അവിടെയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ പ്രസക്തി. ഇതിൽ നമ്മൾ കുറേ ചലഞ്ചസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് കുറച്ച് താമസിച്ചത്? ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പ്ലാൻ സമർപ്പിക്കണമെങ്കിൽ അക്കാഡമിക് കൺസെപ്റ്റ് ഉണ്ടാകണം, അതിൻ്റെ അക്കാഡമിക് റിക്വയർമെൻറ്റ് ഉണ്ടാകണം. അത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് പ്ലാന് തന്നെയാവുക. ഫണ്ട് സംബന്ധമായി FCREയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇതിലേറ്റവും സന്തോഷകരമായ ഒന്ന് അക്കാഡമിക് സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഡോക്യുമെൻ്റ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും ചേർന്ന സംയുക്ത യോഗത്തിൽ അത് പാസ്സാക്കിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കാഡമിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ വയബിലിറ്റിയും ഒക്കെ അതിൻ്റെ മുമ്പിൽ വരേണ്ടതുണ്ട്. ഞാൻ ആ സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രസൻറ്റേഷൻ ഒറ്റ പാരഗ്രാഫ് മാത്രം വായിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടും. എ പാൻ ഇന്ത്യൻ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ബേസ്ഡ് ഇൻ കേരള ദാറ്റ് ബ്ലെൻഡ്സ് ഇസ്ലാമിക് സ്കോളർഷിപ്പ് വിത്ത് കണ്ടംപററി നോളജ് to produce new generation leadership with community management skills and balanced perspective on socio-cultural issues. അതിൻ്റെ ചിത്രമാണ് കാണിച്ചത്. വിഷൻ ഇത് കേന്ദ്രീകരിക്കുന്ന 5 ഏരിയകളാണ്. ഇസ്ലാമിക് കോഴ്സിനോടൊപ്പം യൂണിവേഴ്സിറ്റി ഡിഗ്രി, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ്, ഡിജിറ്റൽ ലൈഫ് സ്കിൽസ്, സോഷ്യൽ റിസർച്ച്. ഇത് അതിൻ്റെ ചിത്രമാണ്. മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നുമുള്ള അതിൻ്റെ എൻജിനീയറിംഗ് വർക്കുകൾ പല തവണ സൈറ്റ് സന്ദർശിക്കുകയും അതിലേക്ക് ആക്സസ് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ അതിൻ്റെ ലാൻഡ് ലെവലിംഗ് പണി ആരംഭിച്ചു.
ഇത് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെച്ചാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫേസ് 3 കോടിയോളമാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത്ര തന്നെ അതിൻ്റെ അക്കാഡമിക് തലത്തിലും ആയി വരും. ഇത് ഇസ്ലാഹിയക്ക് സാധ്യമാണ്. കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ അഡ്മിൻ ബ്ലോക്ക് 3 കോടിയോളം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മളത് സാക്ഷാത്കരിച്ചത്. നമ്മുടെ അലൂമിനിയുടെ സപ്പോർട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്ത സോഴ്സുകളിലൂടെ അത് കളക്ട് ചെയ്തുകൊണ്ട് ഇസ്ലാഹിയെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതാണ് പ്ലാൻ. എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ 2040 പദ്ധതി സവിസ്തരം നമുക്ക് വിശദീകരിച്ച ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സാഹിബിന് ഇക്കോസയുടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് 2 ബാച്ചുകളുടെ സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ തുക കോളേജിന് കൈമാറുന്നതാണ്. ആദ്യമായി 1989 ബാച്ച് കളക്ട് ചെയ്ത സ്പോൺസർഷിപ്പ് കളക്ഷൻ തുകയാണ് 89,500 രൂപയാണ് 1983-89 ബാച്ച് കളക്ട് ചെയ്തത്. നൽകുന്നതിന് വേണ്ടി ബാച്ച് പ്രതിനിധി കോയക്കുട്ടി സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്ക് സാറേയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1983-89 ബാച്ച് പ്രതിനിധികളെ അവരുടെ സ്പോൺസർഷിപ്പ് കളക്ഷൻ കൈമാറുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്ക് സാറാണ്. തുടർന്ന് 1986-1992 ബാച്ച് പ്രതിനിധികൾ അവരുടെ സ്പോൺസർഷിപ്പ് കളക്ഷൻ തുക കൈമാറുന്നു. 26 ആൺകുട്ടികളും 23 പെൺകുട്ടികളുമടക്കം 49 പേരിൽ നിന്ന് സമാഹരിച്ച 3 കുട്ടികൾക്കുള്ള സ്പോൺസർഷിപ്പ് തുകയായ 2,20,650 രൂപയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്ക് സാറിന് കൈമാറുന്നത്. അടുത്തതായി ചെക്ക് കൈമാറുന്നത് 2005-2008 AIC ബാച്ച് കോളേജ് വിദ്യാർത്ഥികൾ നൽകുന്നു. അകാലത്തിൽ മരണപ്പെട്ടുപോയ അവരുടെ സഹപാഠി തിരുവനന്തപുരം സ്വദേശിയുമായ സംനാഥിൻ്റെ ഓർമ്മയ്ക്കായി 2005-2008 AIC ബാച്ച് നൽകുന്ന ചെക്ക് അത് നൽകുന്നത് ബാച്ച് പ്രതിനിധി ഏറ്റുവാങ്ങാൻ വേണ്ടി അബ്ദുൽ ഹക്ക് സാറേയും സുബൈദ ടീച്ചറേയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസാ സംസാരത്തിന് എ റഹ്മത്തുന്നീസ ടീച്ചറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, നേതാക്കളെ, വിദ്യാർത്ഥിനികളെ, വല്ലാത്തൊരു കൺകുളിർമയും മനസ്സ് നിറയുന്ന അനുഭവമാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ, നിങ്ങളെ ഏവരെയും കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നതിലൂടെ, അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ നേരിട്ട് എല്ലാവരെയും ഓരോരുത്തരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വേദിയുടെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ്. കൂടുതൽ നീണ്ട പ്രസംഗങ്ങൾക്കൊന്നും ഇവിടെ സമയവുമില്ല, പ്രസക്തിയുമില്ല എന്നറിയാം. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ കൈ തന്നിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ അധ്യാപകർക്ക് എപ്പോഴും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്നത്. ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സംഗമമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാറ്, ഞാൻ ഇസ്ലാഹിയയുടെ ഒരു അപൂർവ വിദ്യാർത്ഥിയാണ് എന്നാണ്. കാരണം ഞാനിവിടെ 1984 ജൂലൈ 7-ാം തീയതി
അധ്യാപികയായിട്ടാണ്. അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമാണ്. ആർട്സ് വിഷയങ്ങളിൽ പഠിപ്പിക്കാൻ ഒരു വനിത ആദ്യമായി ഈ സ്ഥാപനത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ പലരും കൗതുകത്തോടെയും പലരും വളരെയധികം സ്നേഹത്തോടു കൂടിയും തന്നെയാണ് എന്നെ ഇവിടെ സ്വീകരിച്ചതും എനിക്ക് വേണ്ടുന്ന തർബിയത്ത് നൽകുന്നതിൽ വ്യാപൃതരായതും എന്നെനിക്കറിയാം. പക്ഷേ അധ്യാപികയായിട്ടാണ് ഞാൻ വന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ എനിക്ക് ഈ സ്ഥാപനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത ആ വർഷം ഒരു ഗംഭീരമായ ഒരു വാർഷിക പരിപാടി ഇവിടെ നടക്കുകയുണ്ടായി. അതിൻ്റെ പ്രോഗ്രാം കൺവീനർ അബ്ദുള്ള സാഹിബായിരുന്നു. വനിതാ സമ്മേളനത്തിൻ്റെ വനിതകളുടെ ബനാത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. അപ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ അബ്ദുള്ള സാഹിബ് ചോദിച്ചു, ഇനി നിങ്ങളെ പരിപാടികൾ എന്തൊക്കെയാണ് ഉണ്ടാവുക അത് പറയുന്നു എന്ന്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ പുതിയ ആളാണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോവുക. അപ്പോൾ VK റഹ്മത്തിനെ പോലെയുള്ള സീനിയറായിട്ടുള്ള വിദ്യാർത്ഥിനികളോട്, അതുപോലെ തന്നെ ആസിയ ടീച്ചറെ പോലെയുള്ള അധ്യാപകരോടുമൊക്കെ കൺസൾട്ട് ചെയ്ത് അവരോടൊക്കെ സംസാരിച്ച് ഒരു രൂപം മനസ്സിൽ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പരിപാടികൾ പറഞ്ഞു കൂടെ ഞാൻ പറഞ്ഞു നാടകം. അപ്പോൾ ഉടനെ അബ്ദുള്ള സാഹിബിൻ്റെ ചോദ്യം, അതെന്താ പെണ്ണുങ്ങൾ മാത്രമായിട്ട് അങ്ങനെ ഒരു ലോകമുണ്ടോ? എങ്ങനെയാണ് പെണ്ണുങ്ങൾക്കായിട്ടൊരു നാടകം ഉണ്ടാവുക? അതൊരു ചാലഞ്ചായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ട്രെയിനിലുടനീളം എൻ്റെ ചിന്ത ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് എങ്ങനെയാണ് ഒരു നല്ല നാടകം എഴുതുക എന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ വാർഷികത്തിന് വേണ്ടി ഒരു നാടകം, അതും ഈ നാടിൻ്റെ അന്നത്തെ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഒരു ഗൾഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നാടകം ഞാനന്ന് എഴുതി കൊണ്ടുവന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്ന ഉടനെ തന്നെ അബ്ദുള്ള സാഹിബിന് അത് സബ്മിറ്റ് ചെയ്യണം, അപ്രൂവൽ കിട്ടണം. അപ്പോൾ ഞാനത് സബ്മിറ്റ് ചെയ്തു. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം തിരിച്ച് ബനാത്തിലേക്ക് വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഉഗ്രൻ. അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രസ്ഥാനം പഠിപ്പിക്കാൻ പല ദിശകളിൽ നിന്നും പലരും പല രീതിയിലും പരിശ്രമിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ തരിക, പിന്നെ GIO രൂപീകരിക്കപ്പെട്ട വർഷം, SIOയും GIOയും ഒക്കെ രൂപീകരിക്കപ്പെട്ട വർഷമായതുകൊണ്ട് അതേക്കുറിച്ചുള്ള ഡിബേറ്റുകളും ചർച്ചകളും നന്നായി നടക്കുന്നൊരു സമയമായിരുന്നു. ചില പ്രസംഗങ്ങളൊക്കെ എന്നെ മാത്രം ഉദ്ദേശിച്ചാണോ നടത്തിയത് എന്ന് വരെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ അബ്ദുള്ള മൗലവിയുടേതുമൊക്കെ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതിനിടയിൽ UK അബൂ സഹലയുടെ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിൻ്റെ കൂട്ടമെന്നോണം ആ ഗാനം, അതാണ് എനിക്ക് യഥാർത്ഥത്തിൽ ശരിക്കുള്ള ഇസ്ലാം മതം എന്താണ് എന്ന് എന്നെ വല്ലാതെ ആകർഷിക്കുകയും ഞാൻ ഇപ്പോഴും എൻ്റെ, അതായത് നമ്മൾ യാത്രയിൽ നമുക്ക് നെറ്റ് കിട്ടാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രകളിൽ ഇത് ചെവിയിൽ വെച്ചുകൊണ്ട് കേൾക്കുന്ന ഗാനങ്ങളിൽ ഒന്നാമത്തെ ഗാനം UK അബൂ സഹലയുടെ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിൻ്റെ കൂട്ടമെന്നോണം എന്നതാണ്. കാരണം അത് ആ ഒരു വിമാനം ഇങ്ങനെ വാനിൽ പറക്കും വിമാനം എടുത്തോളൂ എന്നൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൊങ്ങുന്ന ആ സമയത്തും പിന്നെ ആകാശത്ത് കൂടി ആ മേഘങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഗാനം കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ്, അത് ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നീട് ഒരുപാട് സാഹിത്യങ്ങൾ ഹോസ്റ്റലിലുള്ള സമയത്ത് ഇഷ്ടംപോലെ വായിക്കാനുള്ള സമയവും കിട്ടി. പിന്നെ UK അബൂ സഹലയുമായിട്ട് അടുത്തിടപഴകാൻ ഒരാഴ്ചക്കാലം, അതായത് ഇസ്ലാഹിയയിലെ ഈ വാർഷികം കഴിഞ്ഞതിന് ശേഷം കുറ്റ്യാടി കോളേജിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ UK അബൂ സഹല ഇടപെട്ട് എന്നെ ഒരാഴ്ച കോളേജിൽ നിന്നും ലീവ് അനുവദിപ്പിച്ച്, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അനുവദിപ്പിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ കുറ്റ്യാടി കോളേജിൽ ആ വാർഷികത്തിന് വേണ്ടി വിദ്യാർത്ഥിനികളെ തയ്യാറാക്കുന്നതിനിടയ്ക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒന്ന്, ഞാനിവിടെ വന്നപ്പോൾ എന്നെ പിടിച്ച് കെട്ടിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ആ കൂട്ടത്തിൽ UK അബൂ സഹലയും ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വഴിത്തിരിവ് എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ അല്ല. ഞാൻ ചേന്നമംഗലൂർ ഇസ്ലാഹിയയിലേക്ക് വരുന്നു. അബ്ദുറഹ്മാൻ സാഹിബ്, അന്നത്തെ പ്രിൻസിപ്പൽ, അദ്ദേഹം എനിക്കൊരു കാർഡ് അയക്കുകയാണ്. നിങ്ങളെ
ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഞങ്ങളെ സ്ഥാപനത്തിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാർഡ് കിട്ടുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ വിമല കോളേജിൽ MA സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് അങ്ങനെ ദൂരത്തേക്കൊന്നും പറഞ്ഞേക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം 2 ദിവസം കോഴിക്കോട് വന്ന് റൂം എടുത്ത് നിന്ന് 2 ദിവസം രാവിലെ ഇവിടെ വരും. എന്നിട്ട് മുഴുവൻ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ വീക്ഷിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ എങ്ങനെയോ ഏതോ ഒരു ENൻ്റെ മുന്നിൽ ചെന്ന് പെട്ടു. അത് EN അബ്ദുള്ള മൗലവിയാണോ മുഹമ്മദ് മൗലവിയാണോ എന്ന് എൻ്റെ ഉപ്പാക്ക് വ്യക്തമല്ല. അവസാനമാണ് എന്നോടിത് പറഞ്ഞത് കുറേ കഴിഞ്ഞതിന് ശേഷം. അപ്പം അദ്ദേഹമാണ് ശരിക്കും ഒരു അഷ്യൂറിറ്റി എൻ്റെ പിതാവിന് കൊടുത്തത്. നിങ്ങളെ മകളെ ധൈര്യത്തോടു കൂടി ഇങ്ങോട്ട് അയച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞാൻ വരുന്നത് ഒരു റാവുത്തർ ഫാമിലിയിൽ നിന്നാണ്. ഞങ്ങളൊക്കെ കുടുംബത്തിൽ കസിൻസ് പോലും വന്നാൽ വാതിലിൻ്റെ മറവിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുക ആണുങ്ങളോട്. പക്ഷേ ഇസ്ലാഹിയയിൽ വന്നതിന് ശേഷമാണ് പലരും പറയാറുണ്ട്, ഇടക്കിടക്ക് പലയിടത്തുനിന്നും പറയുന്ന ഒരു സംഗതിയാണ് ഇസ്ലാഹിയയിൽ പഠിച്ച പെൺകുട്ടികൾക്ക് ഒരു എല്ല് കൂടുതലാണ് എന്ന്. അപ്പം ഞാൻ പറയും പഠിച്ച പെൺകുട്ടികൾക്ക് മാത്രമല്ല പഠിപ്പിച്ച പെൺകുട്ടികൾക്കും ഒരു എല്ല് കൂടുതൽ തന്നെയാണെന്ന്. കാരണം ഇവിടെയുള്ള നമ്മളുടെ അധ്യാപകർ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അബ്ദുറഹ്മാൻ സാഹിബാണെങ്കിലും അബ്ദുള്ള സാഹിബാണെങ്കിലും പിന്നീട് OP ഇതുപോലുള്ള ആളുകളുമായൊക്കെ സംവദിച്ച് ചോദ്യം ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അതിനൊക്കെയുള്ള അവസരങ്ങൾ അവർ നൽകിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കട്ട പ്രോജക്റ്റിലും പങ്കാളികളാവാൻ നമുക്കൊക്കെ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് നിങ്ങളൊക്കെ ചെയ്യണം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വലിയൊരു വിഷനോടുകൂടി അവതരിപ്പിക്കപ്പെട്ട പ്രോജക്റ്റിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് ഈ കോസയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. വളരെ ഭംഗിയായാണ്, വളരെ നല്ലൊരു പ്ലാനിലൂടെയാണ് നിങ്ങൾ ഇത്രയും ആളുകളെ ഇവിടെ വരുത്തിച്ചത്. അതോടൊപ്പം ഇന്ന് 50 മീതെയുള്ള 60 കഴിഞ്ഞ യുവതികളുടെ ഗാനമത്സരമൊക്കെ കേട്ടു ഞാൻ ലൈവിലൂടെ. മാഷാ അല്ലാഹ്, ഈ ഓൾഡ് സ്റ്റുഡൻസ് ഉള്ളത് മാറ്റിയിട്ട് യങ് സ്റ്റുഡൻസ് എന്നൊക്കെ ആക്കി മാറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കോസയുടെ പേര്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം UK അബൂ സഹലയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അവിടെ പാട്ട് പാടി ഉല്ലസിച്ച് രസിച്ച് സമയത്തിൻ്റെ പരിധിയൊന്നുമില്ലാതെ അവിടെ ഉല്ലസിക്കണമെന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ടീച്ചർ. തുടർന്ന വേദിയിൽ ഒരു ഗാനാലാപനമാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി 1993 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി രചിക്കപ്പെട്ട ജസിയ ചീമാടൻ രചിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുന്നത് ഹസീന സെഹർബാൻ പടനിലം. ഹലോ, അസ്സലാമു അലൈക്കും. ഇസ്ലാഹിയാതൻ മടിത്തട്ടിലെന്ന് പഠിച്ച് പറന്ന പറവകളേറെ തിരികെയണയും സുദിനത്തിലായി മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹ്ല. ഇസ്ലാഹിയാതൻ മടിത്തട്ടിലെന്ന് പഠിച്ച് പറന്ന പറവകളേറെ തിരികെയണയും സുദിനത്തിലായി മനസ്സ് കൊണ്ടോതാ അഹ്ലം വസഹ്ല. നിരർത്ഥക കാവ്യം പരക്കുന്ന നേരം ഹിദായത്തിനീണം പകർന്ന മുഅല്ലിം. നിരർത്ഥക കാവ്യം പരക്കുന്ന നേരം ഹിദായത്തിനീണം പകർന്ന മുഅല്ലിം. അബൂ സഹ്ല തൻ
അതിഥികൾക്കെല്ലാം അഹ്ലം വസഹല. ഇസ്ലാഹിയാതൻ മടിത്തട്ടിലന്നേ പഠിച്ച് പറന്ന പറവകളേറെ തിരികെയണയും സുദിനത്തിലായി മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹല. ദിനരാത്രമെല്ലാം സ്വദേഹം മറന്ന് കഠിന പ്രയത്നം നടത്തി കോസ. ദിനരാത്രമെല്ലാം സ്വദേഹം മറന്ന് കഠിന പ്രയത്നം നടത്തി കോസ. ചരിത്രം കുറിച്ച സഹോദരർക്കെല്ലാം മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹലം. ചരിത്രം കുറിച്ച സഹോദരർക്കെല്ലാം മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹല. ഇസ്ലാഹിയാതൻ മടിത്തട്ടിലന്നേ പഠിച്ചു പറന്ന പറവകളേറെ തിരികെയണയും സുദിനത്തിലായി മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹല. ഇസ്ലാഹിയാതൻ മടിത്തട്ടിലന്നേ പഠിച്ച് പറന്ന പറവകളേറെ തിരികെയണയും സുദിനത്തിലായി മനസ്സ് കൊണ്ടോതാം അഹ്ലം വസഹല. നന്ദി. തുടർന്ന് 2 വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടി പ്രിൻസിപ്പൽ ഹക്കുമാഷ് സ്നേഹാർബുദപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുവര്യന്മാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ ഒരു സവിശേഷ സന്ദർഭത്തിൽ 1-2 കാര്യങ്ങൾ വളരെ ചുരുക്കി മാത്രം പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇക്കോസ പിന്നെ പല ബാച്ച് പ്രതിനിധികൾ ഇവിടെ വന്ന് ഇക്കോസ കോളേജിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകിയത്, അതിൻ്റെ ചെക്കുകളൊക്കെ കൈമാറി നമ്മൾ കണ്ടു. ഇസ്ലാഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആശ്വാസവും വലിയ തോതിലുള്ള ഒരു കൈത്താങ്ങുമാണ് ഇക്കോസ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ സാമ്പത്തികമായും മാനസികമായും തകർന്ന് നിൽക്കുമ്പോഴാണ് ഇക്കോസയുടെ ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അത് പിന്നെ പല രക്ഷിതാക്കളും കുട്ടികളെ കോളേജിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കോളേജിലെ ഹോസ്റ്റൽ ഫീസും മറ്റ് ഫീസും അടക്കാൻ തീരെ കഴിവില്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ അവർ ഈ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ എന്താ ചെയ്യാൻ കഴിയുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇക്കോസയുടെ ഈ ഒരു വാഗ്ദാനം നമ്മുടെ മുമ്പിലെത്തുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്നൊരു ഉറപ്പ് രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ ഈ ഇക്കോസയുടെ ഈ ഒരു സാമ്പത്തിക സഹായം കൊണ്ട്, പിന്തുണ കൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് കുറേ കൂടി വിശദമായും പറയേണ്ട സംഗതിയാണ്. സമയത്തിൻ്റെ ദൗർലഭ്യം കാരണമായി 1-2 വാക്കുകൾ ചുരുക്കുന്നു എന്ന് മാത്രമാണ്. ഏതായാലും കോളേജിൻ്റെ അതുപോലെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും ഉത്തരവാദപ്പെട്ട അസോസിയേഷൻ്റെ ഉത്തരവാദപ്പെട്ടവർക്കുമൊക്കെ വേണ്ടി ഹൃദയം നിറഞ്ഞ സന്തോഷം ഇക്കോസയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാഹിയ കോളേജിൻ്റെ നിലവിലുള്ള ഒരു അവസ്ഥ, ഇസ്ലാഹിയ കോളേജിൻ്റെ മാത്രമല്ല പൊതുവെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയൊക്കെ പൊതുവെ ഉള്ള ഒരവസ്ഥയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് പോലെയുള്ള ഒരു സിലബസും ആഴത്തിലുള്ള ദീനീ പഠനവും നടക്കുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല. അതിന് കാരണങ്ങൾ പലതാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് അതിനൊരു കാരണം. എന്നിരുന്നാൽ പോലും ഈ സ്ഥാപനം ഇസ്ലാഹിയ പോലെയുള്ള ഇസ്ലാമിയ കോളേജുകൾ അങ്ങേയറ്റം പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
ധാരാളം ചെറുപ്പക്കാർ, യുവാക്കളൊക്കെ ദീനിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ സംശയം തോടുകൂടി കാണുകയും സ്കെപ്റ്റിക്കുകളായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സോഷ്യൽ മീഡിയയുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റമുണ്ട്. ഇത്തരമൊരു സന്ദർഭങ്ങളിൽ ഇസ്ലാമിക ആദർശത്തെക്കുറിച്ച് ഉയർന്ന ആത്മവിശ്വാസം വെച്ച് പുലർത്തുകയും അതുപോലെ ദീനിനെക്കുറിച്ച് സാമാന്യമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും ദീനിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പ്രസ്ഥാനവും IECയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്ഥാപനങ്ങളെയൊക്കെ വലിയ തോതിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ഡിഗ്രിക്ക് കുട്ടികൾ പഠിക്കുന്നില്ല. പഠിക്കാൻ സാധാരണ കോളേജുകൾ തന്നെ, റെഗുലർ കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ തന്നെ ആ രംഗത്ത് വലിയ തോതിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇസ്ലാമിക കോളേജുകളെയും സ്വാഭാവികമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ, നമ്മുടെ പരിചയത്തിലുള്ളവരെ, നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഈ ഡിഗ്രി പഠനത്തിന് വിശേഷിച്ചും കോളേജുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ, തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി ഹക്ക് സാർ. തുടർന്ന് ഈ വേദിക്ക് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി ഇക്കോസ ജനറൽ സെക്രട്ടറി സെബിൻ മെഹബൂബ് സാറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, 2 മിനിറ്റേ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ. നമ്മൾ ഈ ബാച്ച് സംഗമം ഉദ്ദേശിച്ച പോലെ നടത്താൻ കഴിഞ്ഞില്ല. നമ്മളിതിന് ശേഷം ഒരു കൂടിയിരുത്തം, ബാച്ചുകൾ തമ്മിലുള്ള ക്ലാസ് മുറിയിലുള്ള കൂടിയിരുത്തൊക്കെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ നമ്മുടെ സമയ ഷെഡ്യൂള് തെറ്റി ഓടിയെന്നാൽ മത്സരം കുറച്ച് വൈകി, സെമിനാറും കുറച്ച് വൈകി. അതെല്ലാം കൂടി ആയപ്പോൾ നമുക്ക് എങ്കിലും അൽഹംദുലില്ലാ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. ധാരാളം അധ്യാപകർ നമ്മുടെ ഈ സെഷനിലേക്ക് വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK